+1 +2 പഠനത്തോടൊപ്പം വേറൊരു വർഷം കളയാതെ തന്നെ അവർക്ക് അവരുടെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ പഠിച്ച്, അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും. ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 22 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് ബ്രില്യൻറ്റ് ഫാമിലി ഒരുക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ നമ്മുടെ സ്വന്തം കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫും അവരെ എടുക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ +1 +2 പഠനത്തോടൊപ്പം തന്നെ ഈ നമ്മുടെ കോഴ്സിൽ ചേർന്നുകൊണ്ട് അവർക്ക് പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. അതെ സാർ, എനിക്ക് തോന്നുന്നു അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവർ ഒരു നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, എന്നിട്ട് ഒരു ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു അധ്യാപകനാവുക, അധ്യാപികയാവുക, ഇതൊക്കെ അവരെ സ്വപ്നം കണ്ടിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കായിട്ട് നമ്മൾ ബ്രില്യൻറ്റ് എന്താണ് സാർ ഈ വർഷം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ വർഷത്തെയും പോലെ തന്നെ +1 +2 പഠനത്തോടൊപ്പം അവരുടെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ ഉയർന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീറ്റ് ക്വാളിഫൈ ചെയ്ത് MBBS അല്ലെങ്കിൽ JEE അഡ്വാൻസ്, JEE മെയിൻ ക്വാളിഫൈ ചെയ്ത് IIT-കളിലും NIT-കളിലേക്കൊക്കെ പോകാനായിട്ട് അവരെ കൈപിടിച്ച് നടത്താനാണ് നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ +2 പഠനത്തെ ഒരു തരത്തിലും ബാധിക്കാതെ +2-ന് ഏറ്റവും നല്ല മാർക്കുകൾ വാങ്ങിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ് നമ്മുടെ ഈ വർഷത്തെ എന്നല്ല, എല്ലാ വർഷവും ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ വർഷവും നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ വർഷം നമ്മൾ ഡിസംബർ 3-ാം തീയതിയാണ് നടത്തുന്നത്. ഡിസംബർ 3-ന് നടത്തുന്ന ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ നിങ്ങൾ എഴുതുന്നവരെ നമുക്ക് 3 ബാച്ചുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് റെഗുലർ ബാച്ച് ഉണ്ട്, നമ്മുടെ ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ഓൺലൈൻ ബാച്ച്. റെഗുലർ കോഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു റെഗുലർ കോഴ്സുകൾ ക്ലാസ്സുകൾക്ക് ശേഷം ഓരോ ദിവസവും ക്ലാസ്സുകൾക്ക് ശേഷവും ശനിയും ഞായറുമായിട്ടായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. തിരുവനന്തപുരം മുതൽ താമരശ്ശേരി വരെ, അതായത് കേരളത്തിലുടനീളം റെഗുലർ ബാച്ചിന് സെന്ററുകൾ ഉണ്ടായിരിക്കും. ഹൈബ്രിഡ് എനിക്ക് തോന്നുന്നു സാർ അവർക്ക് സ്കൂളിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ അവർക്ക് ഓൺലൈനായിട്ടും ശനിയും ഞായറും ഓഫ്ലൈനായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ഓൺലൈൻ ബാച്ച്, 2 വർഷവും ഓൺലൈൻ മോഡിലായിരിക്കും പഠനം. അതുപോലെ തന്നെ ഈവനിങ് ബാച്ചുകൾ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലെ സെൻറ്ററുകളിലാണ് ക്ലാസ്. സ്കൂൾ ടൈമിന് ശേഷം 4:30 മുതൽ 7:30 വരെയാണ് കോച്ചിങ്. തിരുവനന്തപുരം, എറണാകുളം എന്നീ സ്ഥലങ്ങളിലുള്ള ഏത് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ ക്ലാസ്സിനെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെ സ്കൂളിലെ ക്ലാസ്സിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം ലാഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അതായത് +1 +2 പഠിച്ച് തീരുമ്പോൾ തന്നെ നമ്മുടെ ഈ കോഴ്സ് ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ച് അവർ എൻട്രൻസ് എഴുതുന്നു. 2026 ഈ വിദ്യാർത്ഥികൾ ഒന്നുകിൽ IIT അല്ലെങ്കിൽ NIT, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ എയിംസ്, ജിപ്മർ അങ്ങനെയുള്ള പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഗവൺമെൻറ് MBBS സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന കോഴ്സാണ് നമ്മുടെ ഈ പ്രോഗ്രാം. അതുപോലെ സാർ ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, നമ്മൾ പല മെഡിക്കൽ കോളേജുകളിലും പോകുമ്പോൾ അവിടെയുള്ള മലയാളികളിൽ ഏകദേശം 90% പേരും നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്കും അതിലൊരാളാകാനാണ് നമ്മുടെ ഈ വർഷത്തെ ഈ പ്രോഗ്രാമും ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ചർച്ച ശരിക്കും പറഞ്ഞാൽ സാറേ ഒരു ചായയൊക്കെ കുടിച്ചിട്ടായാലോ? ദാഹിക്കുന്നുണ്ടല്ലേ? ചായയോ? അപ്പോൾ സാർ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സ്കോളർഷിപ്പ് സ്കീമുകൾ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് സാർ നമ്മുടെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച്? ഇത്തവണത്തെ സ്ക്രീനിങ് ടെസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന വിദ്യാർത്ഥിക്ക് നമ്മൾ 10 ലക്ഷം രൂപയാണ് ബ്രില്യൻറ്റ് ഫാമിലി അവർക്ക് നൽകിക്കൊണ്ട് ആ കുട്ടികളെ ആദരിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് സ്ക്രീനിങ് ടെസ്റ്റിന് 1ാം സ്ഥാനക്കാരനെ കാത്തിരിക്കുന്നത്. 2ാം സ്ഥാനക്കാരന് അത്ര മോശമല്ല, 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്. 5 ലക്ഷം രൂപയാണ്. 3ാം സ്ഥാനക്കാരന് 4 ലക്ഷവും 4, 5 സ്ഥാനത്തെത്തുന്നവർക്ക് 3 ലക്ഷം വീതമാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഇതുകൂടാതെ സ്ക്രീനിങ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും മിനിമം 10% മുതൽ 100% വരെ സ്കോളർഷിപ്പുകളും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കോഴ്സ് ഫീസ് എത്ര തന്നെ ആയാലും അതിൻ്റെ ഒരു പൈസ പോലും മുടക്കാതെ അവർക്ക് പഠിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ അവരുടെ ആഗ്രഹത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അല്ലേ സാർ? സ്ക്രീൻ ടെസ്റ്റിലൂടെ കടന്നു വന്ന നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 22 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് ബ്രില്യൻറ്റ് ഫാമിലി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സ്കോളർഷിപ്പ് നിങ്ങളെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം സ്കോളർഷിപ്പ് മാത്രമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറേ നമുക്ക് അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ അവർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു എൻട്രൻസ് മേഖലയിൽ 22 കോടി രൂപ സ്കോളർഷിപ്പ് നൽകുന്ന ചരിത്ര പ്രോഗ്രാമാണ്. കേരളത്തിനെ സംബന്ധിച്ച് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ മാത്രമാണ് ഇത്രയധികം സ്കോളർഷിപ്പ് നൽകി വിദ്യാർത്ഥികൾക്ക്. മാത്രമല്ല സർ, നമ്മളിപ്പോൾ കഴിഞ്ഞ പല മെഡിക്കൽ കോളേജിലും പോയപ്പോൾ നമ്മൾ കണ്ടതാണ് മലയാളികളിൽ 85% കൂടുതൽ പേരും ബ്രില്യൻറ്റിന്റെ കുട്ടികളാണ്. അതെ, അത് ഓർക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ആഷിഖ്, അതെ സാർ, ആഷിഖ് നമ്മുടെ ഫൗണ്ടേഷൻ തൊട്ട് നമ്മുടെ കൂടെ നിന്ന കുട്ടിയാണ്. 100% സ്കോർ JEE മെയിൻ കരസ്ഥമാക്കിയ ഒരു മലയാളി. അതെ,
ആഷിഖ് സ്റ്റനി 7th തൊട്ടേ നമ്മുടെ കുട്ടിയായിരുന്നു. അതുപോലെ തന്നെയാണ് സാർ നമ്മുടെ തോമസ് ബിജു ചീരംവേലി 50 ലക്ഷം രൂപയാണ് നമ്മൾ സ്കോളർഷിപ്പ് നൽകിയത്. ഓൾ ഇന്ത്യ റാങ്ക് 3 ആണ്. ജെഇ അഡ്വാൻസിന് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ജെഇ അഡ്വാൻസിനൊക്കെ ഒരു മലയാളി 3ാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വപ്ന സാക്ഷാത്കാരമാണ്. ബുള്ളറ്റിനെ സംബന്ധിച്ചും ആ കുട്ടിയെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും. അതെ സാറേ, അതിന് തൊട്ട് മുന്നേ വർഷം നമ്മുടെ ഗൗരി ശങ്കർ കേരളയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി ഇപ്പോൾ എയിംസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. IIT, NIT, എയിംസ്, ജിപ്മർ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഏത് മേഖല എടുത്താലും ഏത് സ്ഥാപനം എടുത്താലും അവിടെ എല്ലാം ബ്രില്യന്റിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു പങ്ക് നമ്മുടെ കുട്ടികൾക്കും ഉണ്ട്. അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട്. +1 +2 പഠനത്തോടൊപ്പം വേറൊരു വർഷം കളയാതെ തന്നെ അവർക്ക് അവരുടെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന രീതിയിൽ പഠിച്ച്, അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കും എന്നുള്ളത് നമ്മുടെ ആ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള റിസൾട്ടും ഞങ്ങളുടെ അനുഭവം ഒക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ അത് മാത്രം മതി. അതിനുള്ള വില്ലിങ്നെസ് ഉള്ള ഏതൊരു കുട്ടിക്കും കോഴ്സിന്റെ ഭാഗമാകാം. എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് കുറച്ച് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കായിരിക്കും അല്ലേ? സ്ക്രീനിങ് ടെസ്റ്റ് നമുക്ക് അടുത്ത സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. കേരളത്തിലെ എല്ലാ സെന്ററുകളിലും ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. എല്ലാ ജില്ലകളിലും പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ചെന്നൈ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ എബ്രോഡ് നമ്മൾ ദുബായിൽ സെന്റർ ഉണ്ട്. സെന്ററുകളിൽ എത്താൻ പറ്റാത്തവർക്കായി ഓൺലൈൻ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. അവർക്ക് ഓൺലൈൻ ബാച്ചിലേക്കായിരിക്കും നമ്മൾ അഡ്മിഷൻ നൽകുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ദൂരെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല, എനിക്ക് ബ്രില്യന്റിൽ നിന്ന് അകലെയാണ്, നിങ്ങൾക്ക് പരീക്ഷ. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മാറിപ്പോയി, എൻ്റെ സ്ഥലം ഇതല്ല, അങ്ങനെയുള്ള ഒരു പ്രോബ്ലവും ഇല്ലാതെ എവിടെ ഇരുന്ന് വേണമെങ്കിലും പരീക്ഷ എഴുതാം. ഡിസംബർ 3-ാം തീയതി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ അവിടെയാണ് ബ്രില്യന്റ് പരീക്ഷ. അല്ലേ സാർ? ഇതിന് മുമ്പുണ്ടായിരുന്ന സ്ക്രീൻ ടെസ്റ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല. ഇന്ന് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടെ എഴുതാം. അവസരമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചാൻസ് മിസ്സായി പോയി എന്ന് കരുതുന്നവർക്ക് പോലും ഇതൊരു വലിയ അവസരമാണ്. ആ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്യേണ്ടത്. അല്ലേ സാർ? ഈ വരുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റി, ഏറ്റവും മിടുക്കരായ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ സയന്റിഫിക് ആയി തയ്യാറാക്കുന്ന മെറ്റീരിയലുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, ലൈബ്രറി ഫെസിലിറ്റി, എനിക്ക് തോന്നുന്നു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഒരു പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ഒരു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചു പോകേണ്ടതിന്റെ ഒരു ആവശ്യകത ശരിക്കും ഉണ്ട്. അതെ, ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെ കടന്നിറങ്ങുമ്പോഴാണ് നല്ല റിസൾട്ട് വരുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി ഇവിടുന്ന് പഠിച്ചിറങ്ങി. അവരുടെ ആ കുട്ടികളിൽ നമ്മൾ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ പരിശീലിപ്പിച്ച മെത്തേഡ് നമുക്കറിയാം. നമ്മൾ മുമ്പുള്ളവരും നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന റീസെന്റ് ട്രെൻഡ്സും എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അതുപോലെ അപ്ഡേറ്റഡ് സിലബസിനനുസരിച്ചുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു വഴി തെളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽ കെയർ നൽകാനായിട്ട് മെന്റേഴ്സിന്റെ സപ്പോർട്ട്, ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, സെൻട്രൽ കോർഡിനേറ്റേഴ്സ്, പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ്, ഇതെല്ലാം കൂടെ കൂടി വരുമ്പോഴാണ് റിസൾട്ട്. 1-to-1 ഇന്ററാക്ഷൻ. അതൊരു പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പോലും നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും. IIT ആയിക്കോട്ടെ, NIT ആയിക്കോട്ടെ, ബ്രില്യന്റിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതെ, അത് അവരുടെ ആ ഒരു ചിട്ടയായ പഠനവും നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസും പിന്നെ അവരുടെ ഹാർഡ് വർക്കും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു കൃത്യം എങ്ങനെ സയന്റിഫിക് ആയിട്ട് സയൻസ് പഠിക്കാമെന്നുള്ളതാണ് ബ്രില്യന്റ് കൊടുക്കുന്നത്. അത് തന്നെ ആയിരിക്കും അല്ലേ സാർ നമ്മൾക്ക് ഇത്രയും വലിയൊരു വിജയം വർഷങ്ങളായിട്ട് കിട്ടുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് ബ്രില്യന്റ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ നമ്മുടെ സ്വന്തം കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫും അവരെ എടുക്കുന്നത്. ബ്രില്യന്റ് ഫാമിലിയിലേക്കാണ് നമ്മൾ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത്. അതെ അതെ. 2 വർഷത്തെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കോളേജിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായി തീരാനാണോ ആഗ്രഹിക്കുന്നത് ആ പ്രൊഫഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനാണ് ഞങ്ങൾ പ്രോഗ്രാമുമായിട്ട് വന്നിരിക്കുന്നത്. ബ്രില്യന്റ് ടീം അതിനായിട്ട് സജ്ജമായിട്ട് നിൽക്കുകയാണ്. അതിനായിട്ടാണ് ഡിസംബർ 3-ാം തീയതി ഈ സ്ക്രീനിംഗ് ടെസ്റ്റ്. അപ്പം മറക്കണ്ട, അത് രജിസ്റ്റർ ചെയ്യണം. കുട്ടികൾ എക്സാം എഴുതേണ്ട കുട്ടികൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.brilliantpala.org. ഇതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. 04822 206 100. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.